ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓക്സിജൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇത് കോൾഡസ്റ്റ് ഡെസേർട്ടിൻ്റെ വേൾഡ് എന്നാണ് ലഡാക്ക് അറിയപ്പെടുന്നത്. ഇവിടെ സസ്യങ്ങളും മരങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പണ്ടത്തെ പ്രേതാലയം പോലെ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നൊരു സംഭവമാണ്. ഫുള്ള് ഇതാ കാണാൻ പറ്റും, ഇങ്ങനെ പൊളിഞ്ഞിടിഞ്ഞ് കിടക്കുന്നൊരു സംഭവം. അവിടെ ഒരു മൊണാസ്ട്രി പോലത്തെ സെറ്റപ്പ്. ഇതിന് മുകളിലാണ് ഇതാ പാലസ് കാണാൻ പറ്റും. അതാണ് ആ കാണുന്നതാണ് ലേ പാലസ്. നമ്മുടെ പാലസിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു ലേ നഗരത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു വിഷ്വലാണ് ഇതായി കാണുന്നത്. ഓരോ ലെവൽ ടു ലെവലാണ് കേട്ടോ. അത് അടുത്ത ലെവലിലോട്ട് നമ്മളങ്ങനെ കയറുകയാണ്. യു ആർ അറ്റ് 6th ലെവൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത ലെവലിലോട്ട് നമ്മളിങ്ങനെ എൻട്രി ആവുകയാണ്. ഫുള്ളിങ്ങനെ ഓരോരോ ലെവലുകളാണ്. ഇവിടെ പോകുന്ന എന്താ തല ഇടിക്കരുതെന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ആരുമില്ല കേട്ടോ, നല്ല പീസാണ്. നമ്മളങ്ങനെ ഇടുങ്ങി ഈ ഒരു വഴിക്കകത്ത് നോക്കി ഇവിടെയൊക്കെ ഫുള്ള് ഈ മരങ്ങളുടെ ഇത് വെച്ചിട്ടുള്ളൊരിതാണ് കേട്ടോ ഫുള്ള്. അതായത് മരങ്ങൾ വെച്ചിട്ടുള്ള ഈ ശരിക്കും നല്ല പേടിയാവുന്നുണ്ട്. ഇതൊക്കെ അറകളാണ് കേട്ടോ, ഓരോരോ അറകളാണ് ഇതൊക്കെ ഫുള്ള്. പക്ഷേ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് മൊത്തം. ഇതിനകത്തു കൂടിയൊക്കെയാണ് നമുക്ക് ആ ഒരു പാലസിലോട്ട് ഇങ്ങനെ നടന്ന് കയറാനുള്ളത്. കാണാൻ പറ്റും. എന്തോ ഒരു അതുപോലെയൊക്കെ സെറ്റപ്പ് പോലെയൊക്കെ തോന്നും. ഒരു മൊണാസ്ട്രി പോലത്തെ സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ളൊരു വിഷ്വൽ അടിപൊളിയാണ്. ഇതാ കാണാൻ പറ്റും വലിയൊരു മല, അതിന് മുകളിലായിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ ലൈറ്റ്സ് ആണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളതൊക്കെ. വലിയ പാലസാണ്. നോക്കി എൻ്റെ മണ്ടേ നോക്കി. എൻ്റെ അമ്മേ, തിരുവനന്തപുരത്ത് കട ഉണ്ടല്ലേ? 2 കട ഉണ്ട്. മലയാളം കുറച്ച്. ലഡാക്ക് ഗാലറി. ഇവിടെ ഒരുപാട് ഫോട്ടോസാണ് കേട്ടോ പണ്ടത്തെ. നടന്നിട്ട് അമ്മേ കുറച്ചുകൂടെ മുകളിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും മുകളിൽ ഇങ്ങനെ വന്നപ്പോൾ ഉള്ള അവിടുത്തെ ഒരു അതിമനോഹരമായ കാഴ്ചയാണ് ഇതായി കാണുന്നത്. നമസ്കാരം, ലേ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനീ അടുത്ത് പോകാനായിട്ട് പോകുന്നത് ലേ പാലസിലോട്ടാണ്. നമുക്കിതാ ലേ മാർക്കറ്റ് ഇതാണ് ഞാൻ ഇറങ്ങി വന്നത്. അതുവഴിയാണ് ലേ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തൊട്ടിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ലേ പാലസ് കാണാൻ പറ്റുന്ന മുകളിൽ കാണുന്ന അതാണ് ലേ പാലസ്. ഇതുവഴിയാണ് നമുക്ക് നടന്നിട്ട് വേ ടു അത് വേറെ എന്തുവാണ്, നമുക്ക് ഇതുവഴിയാണ് നടന്നിട്ടില്ല. മുകളിൽ കാണുന്നതാണ് എന്തായാലും ലേ പാലസ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് നടന്ന് പോവാം. ഇതാ കാണുന്നതാണ് ലേ പാലസ്. ഞാനങ്ങനെ ലേ പാലസിൽ പൊക്കോട്ടുന്ന സമയത്ത് ഒരു പുള്ളിക്കാരനെ കണ്ടു. പുള്ളിക്കാരൻ കശ്മീരാണ് ബേസിക്കലി, പക്ഷേ ട്രിവാൻഡ്രത്ത് 1-2 കടയൊക്കെ ഉള്ള ആളാണ്. നമസ്തേ. ഹായ്, നാം പുള്ളി ഭായ് ഇഷ്ഫാഖ് അഹമ്മദ്. ഓ, തിരുവനന്തപുരത്ത് കട ഉണ്ടല്ലേ? 2 കട ഉണ്ട്. മലയാളം കുറച്ച്. ഇദ്ദേഹത്തിന്റെ ഷാളിന്റെ ഷോപ്പാണിത്. ഓക്കെ. അപ്പോൾ നമ്മൾ പാലസിലേക്ക് പോവാണ്. സോ ലേ പാലസിലേക്കുള്ള വഴി കാണിച്ചിട്ടുള്ള ഇതുവഴിയാണ് ലേ പാലസിലേക്കുള്ള നമ്മുടെ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഹിമാലയത്തിൻ്റെ ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ആൻറ്റിക് പീസസ് ആണ് കൂടുതലും. ആൻറ്റിക് പീസസ് സാധനങ്ങൾ ഒരുപാട് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല പൈസ തരണം കേട്ടോ. ഷോളും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല പൈസ എറിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇതാണ് നമ്മുടെ പാലസിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇതാണ് പാലസിലേക്കുള്ള വഴിയാണ്. അമ്മേ, നല്ല തേരിയാണ് കേട്ടോ. പക്ഷേ കയറുമ്പോഴും നല്ല കിതയ്ക്കുന്നുണ്ട്. ബ്രീത്തിങ് ഇഷ്യൂ നല്ലതിലുണ്ട്. അങ്ങനെ ഇതിലുകൂടിയൊക്കെയാണ് ഇതൊക്കെ കണ്ടിട്ട് മറ്റേ ഭാർഗവി നിലയം പോലെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. കാണുന്നില്ലേ? അതിനകത്തുകൂടിയാണ് നമുക്ക് പോവേണ്ടത്. കാണാൻ പറ്റും. നമ്മളങ്ങനെ ഇടുങ്ങി ഈ ഒരു വഴിക്കകത്ത് നോക്കി ഇവിടെയൊക്കെ ഫുള്ള് ഈ മരങ്ങളുടെ ഇത് വെച്ചിട്ടുള്ളൊരിതാണ് കേട്ടോ ഫുള്ള്. അതായത് മരങ്ങൾ വെച്ചിട്ടുള്ള ഈ ശരിക്കും നല്ല പേടിയാവുന്നുണ്ട്. ഇതൊക്കെ അറകളാണ് കേട്ടോ, ഓരോരോ അറകളാണ് ഇതൊക്കെ ഫുള്ള്. പക്ഷേ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് മൊത്തം. ഇതിനകത്തു കൂടിയൊക്കെയാണ് നമുക്ക് ആ ഒരു പാലസിലോട്ട് ഇങ്ങനെ നടന്ന് കയറാനുള്ളത്. കാണാൻ പറ്റും. എന്തോ ഒരു അതുപോലെയൊക്കെ സെറ്റപ്പ് പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. നമുക്ക് ഫുള്ള് മറ്റേ ഒരു ഹോണ്ടിങ് പോലെ തോന്നുന്നതാ, പേടിയാവുന്ന ഒരു സെറ്റപ്പ് കാണാൻ പറ്റും. നമ്മൾ അങ്ങനെ ആ കാണുന്ന ഇടനാഴി വഴി നടന്നിട്ട് ഇങ്ങെത്തിയിരിക്കുകയാണ്. ഇത് ഫുള്ള് മറ്റേ കാണാൻ പറ്റും നമ്മുടെ മറ്റേ പണ്ടത്തെ പ്രേതാലയം പോലെ ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നൊരു സംഭവമാണ്. ഫുള്ള് കാണാൻ പറ്റും, ഇങ്ങനെ പൊളിഞ്ഞിടിഞ്ഞ് കിടക്കുന്നൊരു സംഭവം. അവിടെ ഒരു മൊണാസ്ട്രി പോലത്തെ ഒരു സെറ്റപ്പ്. ഇതിന് മുകളിലാണ് പാലസ് കാണാൻ പറ്റും. അതാണ് ആ കാണുന്നതാണ് ലേ പാലസ്. ഞാനങ്ങനെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയിട്ടുണ്ട് ലേ പാലസിൻ്റെ. ഇവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ നോക്കിയേ, എന്തൊരു അടിപൊളിയൊരു വ്യൂ ആണ് നോക്കിയേ. ഇതാണ് ആ കാണുന്നതാണ് ലേ പാലസ്. ഇതിന് നടന്ന് മുകളിലോട്ട് വരുന്നവരും ബ്രീത്തിങ് ഇഷ്യൂ വരുന്നുണ്ട്. കാരണം ബ്രീത്തിന് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവിടെ മരങ്ങളൊന്നുമില്ല. കോളസ്റ്റ് ഡെസേർട്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ കുറവാണ്. ഒരുപാട് ഇങ്ങനെ എടുത്ത് സംസാരിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്തായാലും കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ ഇതിങ്ങനെ നടന്ന് കയറുമ്പോൾ
നല്ല ടാസ്ക് ആട്ടോ. അതാ നടന്ന് എൻ്റെ ഊപ്പാട് വന്നതാ. നടന്നിട്ടതാ അമ്മേ. അയ്യോ, കുറച്ചുകൂടെ മുകളിലെത്തിയിട്ടുണ്ട്. താഴെ മാർക്കറ്റ് കാണാൻ പറ്റും. അങ്ങ് മുകളിൽ ഇങ്ങനെ മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റും. ഓ, നടന്ന് എൻ്റെ ഊപ്പാടൊന്ന്. ഓക്സിജൻ്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ കുറച്ചുകൂടെ മുകളിലോട്ട് വന്നപ്പോൾ ലേയുടെ ഒരു കാഴ്ചയാണ് കേട്ടോ. അതാ കാണാൻ പറ്റും. കുറച്ചുകൂടെ മുകളിലോട്ട് വന്നപ്പോഴുള്ളൊരു കാഴ്ചയാണ്. ഇനി ഇതിനകത്തേക്ക് ഇങ്ങനെ കയറാം. ഒഫീഷ്യലി നമ്മളങ്ങനെ പാലസിനകത്തേക്ക് കയറുകയാണ്. സോ ലേ പാലസിൻ്റെ ഒരു ഫ്രെയിമാണിത്. ലേ പാലസിൻ്റെ വലിയ പാലസാണ്. നോക്കി എൻ്റെ മണ്ടയ്ക്ക് നോക്കി, എൻ്റെ അമ്മേ, നല്ല പാലസാണ്. ഇതിനകത്തേക്ക് ഇനി കയറാം. കുറച്ചുകൂടെ മുകളിലോട്ട് കയറി വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു മൊണാസ്ട്രി പോലത്തെ ഒരു ചെറിയ സംഭവത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ കാണുന്ന വഴി നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് വേണം നമുക്ക് ശരിക്കും നമ്മുടെ ലേ പാലസിലോട്ട് പോകാനായിട്ട്. ഇതാ കാണാൻ പറ്റും. ഇതാണ് പാലസിലോട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇതാണ്, ഇതാ കാണാൻ പറ്റും. ഈ പാലസിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. ലേ പാലസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലേ പാലസിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇതാണ്, അത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നടന്ന് ഫൈനലി ഇതാ പാലസിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 25 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത്. അത് കാണാൻ പറ്റും. അങ്ങനെ ഇതിനകത്തേക്ക് നമ്മൾ കയറാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിതാ ഈ ഒരു പാലസിനകത്തേക്ക് എൻട്രി ചെയ്യണം. അത് കാണാൻ പറ്റും. പാലസിനകത്തേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയുണ്ട് കേട്ടോ. ഇതിനകത്ത് ഫുള്ളൊരു ഒരു പാലസിനെ കുറിച്ചുള്ള കുറേ ഹിസ്റ്ററികളാണ്. പാലസിനെ കുറിച്ചുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് ചരിത്രങ്ങൾ, ഫോട്ടോസൊക്കെ കാണാൻ കഴിയും. ഇതിന് മുകളിലത്തെ ഈ ഒരു തടി കൊണ്ടുള്ള ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് മുളയും അതുപോലെ തന്നെ വമ്പ തടികളും ബ്രിഡ്ജും ഒക്കെ കൊണ്ടിട്ട് അത് ഭയങ്കര ഒരു രസമുള്ള ആർക്കിടെക്ചർ തന്നെയാണ്. അടുത്ത ഒരു വിഷ്വലാണ് കേട്ടോ. ഇവിടെ അടിപൊളി ഇന്ന് ഒരുപാട് അറകളാണ് കേട്ടോ. നമുക്കിവിടെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അറകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന ഒരുപാട് അറകളും നിലകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ചിലതൊക്കെ ഒരുപാട് ഇങ്ങനെ പൂട്ടിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടാവും, ചിലതൊക്കെ തുറന്നിട്ടുണ്ടാവും. എന്നാലും ഒരു അടിപൊളി ഒരു വിഷ്വലാണ് കേട്ടോ. ഇവിടെ ഓരോരോ അറകളാണ് കേട്ടോ. അത് കാണാൻ പറ്റും. ഓരോരോ അറകളാണിതാ ഇങ്ങനെ ഓരോരോ എന്തൊരു ഇതിനകത്ത്. പക്ഷേ ഭയങ്കര ഒരു എന്താ പറയുക, ഒരുത്തരം തണുപ്പാണ് കേട്ടോ. ഭയങ്കര ഒരു തണുപ്പും വല്ലാത്തൊരു ഫീലാണ് ഇതിനകത്ത് കാണാൻ പറ്റും. അങ്ങോട്ടൊന്നുമില്ല, ഒരുപാട് അറകളൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. ഒരു ചേച്ചി അവിടെ നിന്ന് തുമ്മുന്നുണ്ട്. സോ ഇവിടെ ഇങ്ങനെ ഫുള്ള് ഒരുപാട് അറകൾ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. ഇവിടെ എന്തോ ഒരു ഓക്കെ ഫൈൻ, ഫോട്ടോഗ്രാഫി ഈസ് സ്ട്രിക്ട്ലി സോ നോട്ട് എൻട്രി, നോട്ട് ഗെറ്റിംഗ് ദെയർ. അങ്ങനെ ഫുള്ളി ഈ അറകളുടെ ഒരു സംഭവങ്ങളാണ് മൊത്തം അവിടെ. ലഡാക്ക് ഗാലറി, ഇവിടെ ഒരുപാട് ഫോട്ടോസാണ് കേട്ടോ. പണ്ടത്തെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അടിപൊളി ഒരു വിഷ്വലാണ് കേട്ടോ. അത് കാണാൻ പറ്റും. ലഡാക്കിൻ്റെ നമ്മുടെ മുകളിൽ നിന്നുള്ളൊരു കിടലൊരു വിഷ്വലാണ്. ഇത് മുകളിലോട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. ഇത് മുകളിലോട്ടുള്ളൊരു വഴിയാണ്. ശരിക്കും ഓരോ ലെവൽ ടു ലെവലാണ് കേട്ടോ. അത് അടുത്ത ലെവലിലോട്ട് നമ്മളങ്ങനെ കയറുകയാണ്. യു ആർ അറ്റ് 6th ലെവൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത ലെവലിലോട്ട് നമ്മളിങ്ങനെ എൻട്രി ആവുകയാണ്. ഫുള്ളിങ്ങനെ ഓരോരോ ലെവലുകളാണ്. ഇവിടെ പോയിരുന്നാൽ തല ഇടിക്കരുതെന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ആരുമില്ല കേട്ടോ. നല്ല പീസാണ്, ഫുള്ളൊരു പീസ് അറ്റ്മോസ്ഫിയറാണ്. അത് കാണാൻ പറ്റും. നമ്മൾ ഏറ്റവും മുകളിലിങ്ങനെ വന്നപ്പോൾ ഉള്ള അവിടുത്തെ ഒരു അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ പാലസിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ മുകളിലേക്ക് വന്ന സമയത്ത് ഒരു ഫ്ലാഗ് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഹിമാലയത്തിൻ്റെ മെയിൻ ഫ്ലാഗ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്താ പറയുക, നമ്മുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. നമ്മുടെ പാലസിൽ നിന്നുകൊണ്ടുള്ള ലേ നഗരത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു വിഷ്വലാണ് ഇതായി കാണുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ആ സിറ്റിയുടെ ഒരു കാഴ്ച കാണാൻ പറ്റും. നമുക്കങ്ങനെ ഈ ഒരു പാലസിൻ്റെ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ മുകളിലായിട്ടൊരു മൊണാസ്ട്രി പോലത്തെ സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ളൊരു വിഷ്വൽ അടിപൊളിയാണ്. ഇതാ കാണാൻ പറ്റും. വലിയൊരു മല, അതിന് മുകളിലായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ ലൈറ്റ്സാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളതൊക്കെ. രാത്രി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അടിപൊളി വിഷ്വലായിരിക്കും ഇവിടെ കാണാനായിട്ട്. ഇനി ഇതുവഴി നടന്ന് നമുക്ക് കുറച്ചുകൂടെ മുകളിലോട്ടൊന്ന് കയറാം. അങ്ങനെ ഈ പാലസിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. പാലസിൻ്റെ ഏറ്റവും മുകളിലത്തെ
ഒരു ഏറ്റവും മുകളിൽ ഞാൻ കയറിയിരിക്കുകയാണ്. എത്ര ബ്യൂട്ടി നോക്കിയേ. എൻ്റെ ഈ പുറകിലത്തെ സൈഡിൽ നമുക്ക് വേറെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അയ്യോ, ബ്രീത്ത് എടുക്കാൻ നല്ല പ്രശ്നമുണ്ട്. ഓക്സിജൻ്റെ കുറവ് നല്ലപോലെ ഉണ്ട്. കാരണം ഓൾറെഡി നമ്മൾ നല്ല ഹൈറ്റിലാണ്. പക്ഷെ ഇവിടെ നോക്കി കുറച്ച് ഇവിടെ അത്യാവശ്യം എന്താ പച്ചപ്പുണ്ട്. ഇവിടെ അത്യാവശ്യം കുറച്ചുകൂടെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ആൻഡ് ഇവിടെ നല്ല ഒഴിഞ്ഞിട്ടാണ്. ബട്ട് ദിസ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. നോക്കി ഇവിടെ നിന്നുള്ള ആ ഒരു നമ്മുടെ ലേയുടെ ആ ഒരു സൈഡ് ഒരു കാഴ്ച. ഓ ഇതാ അടിപൊളി കിട്ടില്ല. അങ്ങനെ ഞാൻ ഈ ഒരു ലേ പാലസിൻ്റെ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്ന ലേ പാലസിൻ്റെ ഏറ്റവും മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നുള്ളൊരു കാഴ്ച ഇതാണ്. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ച നോക്കിയോ. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെ ഇവിടെ. അപ്പോൾ ലേയിലേക്ക് വരുന്ന ആൾക്കാരോട് പ്രധാനമായിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒന്ന്, നിങ്ങൾ ഈ കണ്ണാടി മസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കണം. കാരണം ഇവിടെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൂടുതലായതുകൊണ്ട് തന്നെ കണ്ണിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓക്സിജൻ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇത് കോൾഡസ്റ്റ് ഡെസേർട്ടിൻ്റെ വേൾഡ് എന്നാണ് ലഡാക്ക് അറിയപ്പെടുന്നത്. ഇവിടെ സസ്യങ്ങളും മരങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിക്കാൻ ചോക്ലേറ്റ്സ് ആയിരുന്നാൽ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് ചെയ്യുക. അത് ഈ ഒരു ലേ പാലസിൻ്റെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. ഇനി ഞാനിവിടെ നിന്ന് അടുത്ത ശാന്തി സ്തൂപ്പയിലേക്ക് പോവുകയാണ്. സോ അടുത്തിനി ലേയിലെ മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും. അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടു. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു സ്ഥലത്തെ വിശേഷങ്ങളായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ രാജേഷ് എസ് രാജൻ സൈനിങ് ഓഫ്. ബൈ.